Welcome everyone to yet another episode of Pennaduka. This is me Lakshmi here. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ലുക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. പിങ്ക്സ് എന്നുള്ള കളർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള പിങ്ക്സ് വെച്ചിട്ട് സോഫ്റ്റ് പിങ്ക് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഇതിനകത്ത് കണ്ണൊന്നും ഒരുപാട് എലമെൻറ്റ്സ് ഒന്നുമില്ല, ജസ്റ്റ് 2 കളേഴ്സേ ഉള്ളൂ. ആൻഡ് എ വെരി സോഫ്റ്റ് മ്യൂട്ടഡ് പിങ്ക് ലിപ്പാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പിങ്ക് ഓൺ ദ ചീക്സ് ആസ് വെൽ. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ എൻ്റെ ബേസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ബേസ് റുട്ടീൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പല എപ്പിസോഡിലും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ അത് തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. ആസ് ഓൾവേസ് cleanse, tone, moisturize and apply your favorite foundation and then concealer ഇടുക, പൗഡർ വെച്ച് സെറ്റ് ചെയ്യുക. ഞാൻ ഓൾസോ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യുക. സോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐ മേക്കപ്പാണ്. ഒരുപാട് നമുക്ക് ഐസിൽ ഒരുപാട് എലിമെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല, പക്ഷേ എനിക്കൊരു പിങ്ക് എലിമെൻറ്റ് കൊണ്ടുവരണം. എന്നാൽ ഒരുപാട് ലൈറ്റ് പിങ്ക്സ് അല്ല, കുറച്ചും കൂടെ ഒരു ഡാർക്ക് പിങ്ക്സും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ. So what I'm going to do is I'm going to use a palette like this which has got a lot of pink colors. So എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് പിങ്ക് കളേഴ്സ് എടുക്കാൻ പോകണം. ഇങ്ങനത്തെ ലൈറ്റ് ലൈലാക്കി പിങ്ക്സ് ആൻഡ് ഡീപ്പ് ബർഗൻഡി പിങ്ക്സ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഈ ഔട്ടർ കോർണറിൽ നിന്ന് നല്ല ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് ക്രീസിലേക്കും ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ പോകണം. ക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ സോക്കറ്റ് ബോണുള്ള ഈ ആർച്ചിനാണ് ക്രീസ് എന്ന് പറയുന്നത്. സോ ക്രീസിലേക്കും ഞാൻ നന്നായിട്ട് ഈ കളർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ജസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഒരുപാട് ഡാർക്ക് എലമെൻറ്റ്സ് ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. ഒരു ലൈറ്റ് പിങ്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ ലൈറ്റിനെ നമ്മൾ ഒരു ഡാർക്ക് പിങ്ക് കൊണ്ട് ബ്ലെൻഡ് ചെയ്താൽ മാത്രം ആ ലൈറ്റും ഒരു ഡിമെൻഷൻ വരില്ല. ആ ലൈറ്റ് പിങ്കിന് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുള്ളൂ. വെറും ഒരു ലൈറ്റ് പിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അത്ര ഒരു എഫക്റ്റ് വരില്ല. സോ ഞാൻ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താലാണ് ഒരു എഫക്റ്റ് വരുള്ളൂ. അപ്പം ഞാനിവിടെ ഡാർക്ക് പിങ്ക്സ് വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ഇത് തന്നെ നെക്സ്റ്റ് സ്റ്റൈലും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ദേ വരുന്നതായിരിക്കും. ഞാൻ യൂസ് ചെയ്ത കളേഴ്സ് വെച്ച് നന്നായിട്ട് ക്രീസ് ലൈനിലും ഔട്ടർ കോർണറിലും നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തു, ഒന്ന് സ്മോക്ക് ചെയ്തു. ജസ്റ്റ് ഈ സ്മോക്ക് എന്ന് വയ്ക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ബ്രൗൺസും ബ്ലാക്സും മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റും. ഏത് കളേഴ്സും നിങ്ങൾക്ക് സ്മോക്ക് ചെയ്യാം. സ്മോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരു എഫക്റ്റിനാണ് പറയുന്നത് സ്മോക്ക് ചെയ്യുക എന്നുള്ളത്. സോ അത് ജസ്റ്റ് ഒന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഞാനൊരു ലൈറ്റ് പിങ്ക് സോഫ്റ്റ് പിങ്ക് എടുത്തിട്ട് ജസ്റ്റ് ഈ ഫ്രണ്ടിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഹിയർ. ഇത് ഈ ലൈറ്റ് പിങ്ക് ഈ ഡാർക്ക് പിങ്കിലേക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വിടണം. എന്നാൽ മാത്രമേ ആ എഫക്റ്റ് നന്നായിട്ട് വരുള്ളൂ. തേച്ച് വെച്ച പോലെ വരരുത്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കണം. ഇത് തന്നെ മറ്റേ അടുത്ത കണ്ണിലും ഞാൻ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പോവാണ്. സെയിം തന്നെ സോഫ്റ്റ് പിങ്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാണ്. സോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം എൻ്റെ കണ്ണിൽ ഞാൻ ആ പിങ്ക്സ് ഇട്ടു. പിങ്ക് ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് തിന്നായിട്ട് ഒരു ഐലൈനർ വരച്ചു. സോഫ്റ്റ് പിങ്ക് ലുക്ക് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് വിങ് ഒന്നും വരച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഐലൈനർ ഒരുപാട് തിന്നുമല്ല, ജസ്റ്റ് ഒരു നോർമൽ സൈസിൽ ഞാൻ വരച്ചു. എനിക്ക് ജസ്റ്റ് ഒരു പോപ്പിംഗ് പിങ്കിനൊരു പ്രത്യേക ഒരു ആഗ്രഹം ഈ ഒരു ലുക്കിൽ. അപ്പം ഞാൻ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്, ഇത് ഓപ്ഷണലാണ്, ഇതൊരു പിങ്ക് ഗ്ലിറ്ററാണ്. പക്ഷെ ഗ്ലിറ്റർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്യരുത്. കോസ്മെറ്റിക് ഗ്ലിറ്റേഴ്സ് സ്പെസിഫിക് ആയിട്ട് മേടിക്കാൻ പറ്റുന്നത് മാത്രം മേടിച്ച് ഉപയോഗിക്കുക. കൊച്ചുകുട്ടികൾ ഉപയോഗിക്കരുത്. എബവ് 18 to 20 years ഉള്ളവർ മാത്രം ഉപയോഗിക്കുക. ഗ്ലിറ്റർ ഉള്ള ഐലൈനേഴ്സ് ഇതുപോലെ മേടിക്കാൻ കിട്ടും, അത് എളുപ്പമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പിങ്ക് കളർ ഗ്ലിറ്ററാണ്. ഇത് പിന്നെ ഓപ്ഷണലാണ് കേട്ടോ. ഇത് ജസ്റ്റ് ആ പിങ്ക് ഉള്ളടത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് ഗ്ലിറ്റർ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ ഗ്ലിറ്റർ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നല്ല തിളക്കാണ് കേട്ടോ, നല്ല തിളക്കാണ്. പക്ഷേ കോസ്മെറ്റിക് ഗ്ലിറ്റർ മാത്രം യൂസ് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് പിങ്ക് ബ്ലഷ് എടുത്തു. പിങ്ക് ബ്ലഷ് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ആപ്പിൾസ് ഓഫ് ദ ചീക്സ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഐ വാണ്ട് ദാറ്റ് പിങ്ക് എലമെൻറ്റ്. നിങ്ങൾക്ക് ലൈറ്റ് പിങ്ക്സ് അല്ല, ഒരു പ്ലമ്മി പിങ്ക്സ് ഒക്കെ യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ കോംപ്ലക്ഷൻ നന്നായിട്ട് സൂട്ട് ചെയ്യുന്നത്. അങ്ങനത്തെ കളേഴ്സാണ്. സോ കുറച്ച്
പിങ്ക്സ് അപ്ലൈ ചെയ്തു. ആൻഡ് ഓൾവേസ് ഞാൻ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ടേക്ക് സം ഹൈലൈറ്റർ ആൻഡ് അപ്ലൈ ഓൺ ദി ആപ്പിൾസ് ഓഫ് യുവർ ചീക്സ് ആൻഡ് യുവർ ചീക്ക് ബോൺസിൽ ആപ്പിൾസിലും. ആപ്പിൾസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മുഖം നീണ്ട കുട്ടികൾ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. വട്ടമുള്ള ആൾക്കാർ ആപ്പിൾസിലേക്ക് ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യരുത്. ഫോക്കസ് കവിളിലേക്ക് വരും, കവിൾ ഉരുണ്ട പോലെ തോന്നും. ഓക്കെ, സോ ജസ്റ്റ് നോസിലും എല്ലായിടത്തും സെൻറ്റർ പാർട്ട് ഓഫ് ദ ഫേസ് ജസ്റ്റ് കുറച്ച് ഹൈലൈറ്റേഴ്സ് അപ്ലൈ ചെയ്യും. Now next what I'm going to do is concentrate on the lips. I want soft lips. പക്ഷേ ഞാൻ ചെയ്യുന്ന ഒരു ombre effect ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ഒരു ഡീപ്പ് പർപ്പിൾ കളർ എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെയാണ് ഞാൻ പിങ്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ I'm going to fill in my lips. Yeah. ഇനി സെൻറ്റർ പാർട്ട് ഞാൻ പ്ലെയിൻ ആയിട്ട് വിട്ടു. ഇനി ഞാൻ ഒരു പിങ്ക് കളർ, ഒരു ലൈറ്റ് പിങ്ക് കളറാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ പോവാണ്. പിങ്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ഇത് ഡ്രൈ ചെയ്യാൻ അനുവദിക്കണം. ഒരു 2 മിനിറ്റിൽ കഴിഞ്ഞിട്ട് ഞാൻ ദേ വരുന്നതായിരിക്കും. സോ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം എൻ്റെ ലിപ്സ്റ്റിക്ക് ഡ്രൈ ആയി. ഞാൻ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. മസ്കാര അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊരു പിങ്ക് ജ്വല്ലറി, ജസ്റ്റ് ഒരു ഇയറിംഗ് ഇട്ടു, ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഡെയിൻറ്റി ചെയിൻ ഇട്ടു. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ ഇങ്ങനത്തെ സോഫ്റ്റ് പിങ്ക് ലുക്സിനൊക്കെ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ട്യൂട്ടോറിയൽ. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നമുക്ക് ഒരുപാടൊന്നുമില്ല എലമെൻറ്റ്സ്. പിന്നെ ഗ്ലിറ്റർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഗ്ലിറ്റർ വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ആംപപ്പ്, ഒരു ഡിഫറൻസ് കൊണ്ടുവരണമെങ്കിൽ ഗ്ലിറ്റർ നല്ലതാണ്. പക്ഷേ അത് വേണമെന്നൊന്നുമില്ല. പിങ്ക് ഐ ഷാഡോ മാത്രം യൂസ് ചെയ്താൽ മതി. I will see you next week with a new tutorial. Until then, this is Lakshmi signing off. Bye-bye.